ജോഷി ജെയിംസ് ചുള്ളിപ്പറമ്പിൽ എഴുതുന്ന ബൈബിൾ കഥകൾ എപ്പിസോഡ് 80. ആരും അറിയാതെ പോയ മനുഷ്യൻ. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജോഷി ജെയിംസ് ചുള്ളിപ്പറമ്പ്. മേജർ കമ്മ്യൂണിക്കേഷൻ്റെ 80ാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം. ഞാനിന്ന് പറയാൻ പോകുന്ന കഥ ഒരു ബാക്കി പത്രത്തിൻ്റെതാണ്. അതായത് നല്ല അയൽക്കാരൻ എന്ന ഉപമയിൽ എടുത്തിട്ടുള്ള കഥയാണിത്. നല്ല അയൽക്കാരൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ആ സമരിയക്കാരനെയാണ്. ഒരു വഴിയരികിൽ ഒരാളെ ജീവച്ഛവമായിട്ട് മർദ്ദിച്ച് അവശനാക്കിയിട്ടിരിക്കുന്നു. പക്ഷെ ആ വഴിക്ക് പലരും കടന്നു പോകുന്നുണ്ട്. ഉന്നത കുലജാതന്മാർ കടന്നു പോകുന്നുണ്ട്, പുരോഹിതന്മാർ കടന്നു പോകുന്നുണ്ട്, പരിസയർ കടന്നു പോകുന്നുണ്ട്, പണ്ഡിതന്മാർ കടന്നു പോകുന്നു. പക്ഷെ ആരും അയാളെ രക്ഷിക്കാനുണ്ടായില്ല. ഉണ്ടായത് എല്ലാവരാലും താഴ്ത്തപ്പെട്ട ഒരു സമരിയക്കാരനാണ് ഉണ്ടായത്. ഈ സമരിയക്കാരൻ ഇയാളെ താങ്ങി അയാളുടെ കഴുതപ്പുറത്തിരുത്തി കൊണ്ടുപോയി സത്രത്തിൽ ഏൽപ്പിക്കുകയും ചെയ്യുന്നത്. സത്രക്കാരനെ 2 ദിനാർ കൊടുത്ത് ഞാൻ തിരിച്ചു വരുന്നതുവരെ ഇയാൾ ശുശ്രൂഷിക്കുക, ഇയാൾക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അതോടുകൂടി ഉപമ അവിടെ അവസാനിക്കുകയാണ്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നത് ഈ സത്രം സൂക്ഷിപ്പുകാരനാണ്. അദ്ദേഹം ആ മനുഷ്യന് വേണ്ടി ചെയ്ത ത്യാഗങ്ങൾ, നന്മകൾ, ശുശ്രൂഷകൾ, ഇതാണ് ഞാൻ എൻ്റെ കഥയിലൂടെ വിവരിക്കുന്നത്. എൻ്റെ കഥയ്ക്ക് ശബ്ദം നൽകി അവതരിപ്പിച്ചിരിക്കുന്നത് മേരി ജോസഫ്, USA. എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻസ് എഴുതുക. എൻ്റെ കഥയുടെ ലിങ്ക് നിങ്ങളുടെ കൂട്ടുകാരന്മാർക്കും കൂട്ടുകാരികൾക്കും അയച്ചു കൊടുക്കുക. എന്ന് നമുക്ക് കഥയിലേക്ക് കടക്കാം. എൻ്റെ പേര് ഫിലിപ്പോസ് ഹോണായി. ഫിലിപ്പോസ് എന്നും ഹോണായി എന്നും ജനം വിളിക്കുന്നു. എല്ലാ വിളിക്കും ഞാൻ വിളി കേൾക്കാറുണ്ട്. ഞാൻ വെറുമൊരു സത്രം സൂക്ഷിപ്പുകാരൻ. അതും പട്ടണത്തിലുള്ള സത്രം ആയതിനാൽ പല നാട്ടുകാരും പല രാജ്യക്കാരും അവിടെ എത്താറുണ്ട്. ഇസ്രായേലിൽ തന്നെ പല ഭാഗത്തും പലതരം ഭാഷകളാണ് സംസാരിക്കുന്നത്. അവയെല്ലാം എനിക്ക് സുപരിചിതം. ഹീബ്രു ഭാഷയും അരാമിക് ഭാഷയും പഠിച്ചാൽ മറ്റു ഭാഷകൾ അവയിൽ കൂടി തന്നെ നേടിയെടുക്കാം. എല്ലാം ഹെബ്രായ ഭാഷ തന്നെ. അതിൽ ചില മാറ്റങ്ങൾ, പിന്നെ ഗ്രീക്ക്, ഈജിപ്ഷ്യൻ, അല്പസ്വല്പം ഏഷ്യൻ ഭാഷകളും. പല ആവശ്യങ്ങൾക്കായിട്ടാണ് പല രാജ്യക്കാരും വരുന്നത്. അവരോട് സ്നേഹത്തിലും തഞ്ചത്തിലും നിന്നാൽ മടിശീലയിൽ പണം കൂടുതലായി കിട്ടും. തരാതെ പോകുന്നവരും ഉണ്ട്. അവരോടും എനിക്ക് പരാതിയില്ല. കിട്ടിയാൽ കിട്ടി, ഉള്ളതുകൊണ്ട് ഓണം പോലെ. എൻ്റെ കുടുംബത്തെപ്പറ്റി പറയുവാൻ മറന്നുപോയി, ക്ഷമിക്കണം. ഒരു കൊച്ചു കുടുംബം, 2 പെൺമക്കളും സ്വന്തമായി ഒരു ഭാര്യയും. പെൺമക്കളാണെങ്കിലും പഠിക്കുവാൻ മിടുക്കികൾ. അധ്വാനശീലരാണ് മൂവരും. കുറച്ച് സ്ഥലത്തിൽ സ്നേഹത്തിൽ ചാലിച്ചെടുത്ത കൊച്ചു പുരയിടം. ഉള്ള സ്ഥലത്ത് വീടിനാവശ്യമായ കൃഷി. അത് ഭാര്യയുടെ മേൽനോട്ടത്തിലായിരുന്നു. മക്കളും അമ്മയെ സഹായിക്കും. മക്കൾ വളർന്നപ്പോൾ മൂത്ത മകൾ ഹെൻറിയക്കാണ് ആ ബുദ്ധി ഉദിച്ചത്. ഉള്ള സ്ഥലത്ത് പച്ചക്കറികളോടൊപ്പം പൂച്ചെടികളും വളർത്തുക. അതിന് ഇളയ മകൾ സലോമിയും പിന്തുണച്ചു. അതൊരു തുടക്കമായിരുന്നു. പൂക്കൾ വിടർന്നതോടെ ആവശ്യക്കാരും എത്തി. അതിന് നല്ല വിലയും കിട്ടുവാൻ തുടങ്ങി. അതോടെ സ്ഥലം പാട്ടത്തിനെടുത്ത് പൂന്തോട്ടം വിപുലീകരിച്ചു. അതോടെ കുടുംബത്തിൻ്റെ കെട്ടുകൾ കൂടുതൽ ഉറപ്പിക്കുവാനും സാധിച്ചു. മിക്ക ദിവസങ്ങളിലും എനിക്ക് രാത്രികാലങ്ങളിൽ പോലും സ്വന്തം കുടുംബത്തിലെത്തിപ്പെടുവാൻ സാധിക്കാറില്ല. കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം? ജോലി അതായി പോയില്ലേ. നീതിമാനും സത്യസന്ധനുമായ ഒരു പ്രഭു കുടുംബത്തിലെ അംഗമായിരുന്നു എൻ്റെ യജമാനൻ. എന്നെ
വലിയ വിശ്വാസമായിരുന്നു അദ്ദേഹത്തിന്. ഞാനും ഒരു നാണയത്തിൻ്റെ പേരിൽ പോലും യാതൊരു വിശ്വാസവഞ്ചന കാണിച്ചിട്ടില്ല. മാസത്തിൽ ഒരിക്കൽ വരും, കണക്കുകൾ നോക്കും, ഞാൻ നൽകുന്ന പണവും വാങ്ങി എനിക്കുള്ള മാസപ്പടിയും തന്നിട്ട് തിരിച്ചു പോകും. വർഷത്തിൽ കുടുംബസമേതം ഇവിടെ വരാറുണ്ട്. അന്ന് ഇവിടെ ഉത്സവ പ്രതീതിയാണ്, സന്തോഷത്തിൻ്റെ ദിനയാത്രകൾ. സന്ധ്യയോട് വിട പറയുവാൻ വെമ്പൽ കൊള്ളുന്ന പകൽ നേരമായ മൂവന്തിമേളയിലാണ് ആ സമരിയാക്കാരൻ ഒരു മനുഷ്യനെയും കൊണ്ട് സത്രത്തിലേക്ക് കയറി വന്നത്. ദേഹമാസകലം മുറിവുകൾ നിറഞ്ഞ മനുഷ്യൻ, ഉണങ്ങിയ രക്തം ശരീരം മുഴുവനും ഉണങ്ങി കട്ട പിടിച്ചിരിക്കുന്നു. നടക്കുവാൻ പോലും സാധിക്കാത്ത സാധുവിനെ താങ്ങിയാണ് അയാൾ അകത്തേക്ക് കൊണ്ടുവന്നത്. ഞാൻ ഓടിച്ചെന്നു. സമരിയാക്കാരൻ സംഭവങ്ങൾ മുഴുവനും വിവരിച്ചു. വേദന സഹിക്കാതെ കരയുന്ന ആ മനുഷ്യനെ കട്ടിലിൽ കിടത്തി. ആദ്യം ആ മനുഷ്യന്റെ ശരീരത്തിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന രക്തം മുഴുവൻ വൃത്തിയാക്കി. മുറിവുകളിൽ തൈലം പുരട്ടി, മുറിവുകൾ വെച്ചുകെട്ടി. സമരിയാക്കാരനും എന്നെ സഹായിക്കുവാൻ കൂടി. ആ സമയവും അയാൾ വേദന കൊണ്ട് പുളയുകയായിരുന്നു. കരച്ചിലിൻ്റെ ശബ്ദം ഉയർന്നു വരുന്നത് കണ്ടപ്പോൾ ഞാൻ പോയി മീറയിൽ ചെറുക്ക കലർത്തിയ ദ്രാവകം കുടിക്കുവാൻ കൊടുത്തു. അന്ന് കിട്ടാവുന്ന പ്രധാന വേദന സംഹാരി ഇതായിരുന്നു. അത് കുടിച്ച് ആ മനുഷ്യൻ ശാന്തമായി ഉറങ്ങി. കുട്ടികളെ പോലെ സ്വപ്നം കണ്ടുറങ്ങുന്ന ആ മനുഷ്യനെ കണ്ട് ആത്മനിർവൃതിയോടെ ഞാൻ മുറിവിട്ടു പുറത്തിറങ്ങി. എത്രയെത്ര സംഭവങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ ഈ വഴിത്താരയിലൂടെ കടന്നുപോയിരിക്കുന്നത്. നേരം പരപരാ തെളിഞ്ഞു തുടങ്ങിയിട്ടേയുള്ളൂ. കുശിനിക്കാർ ഉണർന്നു കഴിഞ്ഞിരിക്കും. പ്രഭാതകൃത്യങ്ങൾ എല്ലാം പൂർത്തിയാക്കി പുറത്തിറങ്ങുമ്പോൾ ആ സമരിയാക്കാരൻ എന്നെയും കാത്ത് പുറത്തുണ്ടായിരുന്നു. 2 ദിനാർ കയ്യിൽ വെച്ചു തന്നുകൊണ്ട്, അവനെ നല്ലതുപോലെ നോക്കണം. ഈ പണം തികയാതെ വന്നാൽ ഞാൻ തിരിച്ചു വരുമ്പോൾ കടം വീട്ടിക്കൊള്ളാം. ആ മനുഷ്യന് യാത്രയായി. ഞാൻ മുറിയിലെത്തി. അവൻ ഉണർന്നിട്ടില്ല. മുറിവുകൾ എല്ലാം പരിശോധിച്ചു. എല്ലാറ്റിൽ നിന്നും ജലം ഒഴുകി കെട്ടിയ തുണികൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങിയിരിക്കുന്നു. ശരീരം ആസകലം നീര് വന്ന് തടിച്ചിരിക്കുന്നു. നീര് വറ്റുവാനുള്ള തൈലങ്ങളുടെ കൂട്ടെടുത്ത് സംയോജിപ്പിച്ച് ചൂടാക്കി വെച്ചു. ഒരു ഞരക്കത്തോടെയാണ് അവൻ എഴുന്നേറ്റത്. വേദന അവനെ വേട്ടയാടുന്നുണ്ടായിരുന്നു. ഞാൻ അവനെ താങ്ങിയിരുത്തി. ചായക്കപ്പ് അവൻ്റെ കയ്യിൽ കൊടുത്തു. നീരുകൊണ്ട് വീർത്ത ചുണ്ടുകൾക്കിടയിലൂടെ പതുക്കെ കുടിച്ചിറക്കി. പ്രഭാതകൃത്യങ്ങൾ നിർവഹിക്കുവാൻ അവനെ കുളിമുറിയിൽ എത്തിച്ചു. ഓരോ പ്രവർത്തനത്തിനും എൻ്റെ സഹായം വേണ്ടി വന്നു. ചെറു ചൂടുള്ള വെള്ളത്തിൽ അവനെ കുളിപ്പിച്ചു. മുറിയിൽ എത്തിയവനെ വേഗം കട്ടിലിൽ കിടത്തി ശരീരം മുഴുവനും നീര് വറ്റുവാനുള്ള തൈലം പൂശിക്കൊടുത്തു. നേർത്ത പുതപ്പ് തണുത്ത വെള്ളത്തിൽ മുക്കി വെള്ളം മുഴുവനും പിഴിഞ്ഞു കളഞ്ഞ് മൊത്തം പുതപ്പിച്ചു കിടത്തി. അത് ആശ്വാസമായി. അറിയാതെ അവൻ ഉറക്കത്തിലേക്ക് വഴുതി വീണു. ദിവസങ്ങൾ കൊണ്ട് അവൻ്റെ മുറിവുകൾ ഉണങ്ങാൻ തുടങ്ങി. ശരീരത്തിലെ നീര് മുഴുവനും മാഞ്ഞു തുടങ്ങി. എൻ്റെ തോളിൽ പിടിച്ചുകൊണ്ട് അടിവെക്കുവാനും തുടങ്ങി. പിന്നീടൊരിക്കൽ ഒരു കവരയുള്ള വടി അവൻ്റെ കക്ഷത്തിൽ വെച്ചുകൊടുത്തു. അതുപയോഗിച്ചുള്ള നടത്തത്തിന് വേഗതയും കൂടി. ഇന്നാണ് ആ മനുഷ്യൻ വടിയുടെ സഹായമില്ലാതെ നടക്കുവാൻ തുടങ്ങിയത്. മുറിവുകൾ പലതും നല്ലവണ്ണം ഉണങ്ങിക്കഴിഞ്ഞിരുന്നു. അത്താഴം വിളമ്പുന്നതിനിടെ അയാൾ സംസാരിക്കുവാൻ തുടങ്ങി. ഞാൻ ഉന്നത കുലത്തിൽ ജനിച്ച മനുഷ്യൻ. നല്ല സാമ്പത്തിക സ്ഥിതിയുണ്ട്. വ്യാപാരിയാണ്. വഴിക്കള്ളന്മാരുടെ ശല്യം ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ടാണ് ഞാൻ അവരുടെ കൈകളിൽ എത്തിപ്പെടുന്നത്. എൻ്റെ
ഈ അവസ്ഥയ്ക്ക് കാരണവും അവർ തന്നെ. പക്ഷേ എന്നെ രക്ഷിച്ചത് കീഴ്ജാതിക്കാരനായ സമരിയാക്കാരൻ. അവരോട് സംസാരിക്കുകയോ അവരുടെ നേരെ മുഖം തിരിക്കുകയോ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. തൻ്റെ ജീവൻ രക്ഷിക്കുവാൻ ആ മനുഷ്യൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി: ദൈവത്തിൻ്റെ മുന്നിൽ എല്ലാ മനുഷ്യരും ഒന്നാണ്. അവർ പരസ്പരം സഹായിക്കുമ്പോഴാണ് മനുഷ്യൻ ദൈവമായി മാറുന്നത്. നമ്മുടെ എല്ലാവരുടെയും മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ദൈവം അല്പം മൗനത്തിന് ശേഷം വീണ്ടും തുടർന്നു. എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട 2 ദൈവങ്ങളാണ് സമരിയാക്കാരനും താങ്കളും. എല്ലാവരും ഉച്ചമയക്കത്തിലായിരുന്നു. ആ സമയത്താണ് ആ മനുഷ്യൻ അകത്തേക്ക് കടന്നു വന്നത്. ഉന്നതകുലജാതന്റെ വാക്കുകളിൽ പറഞ്ഞാൽ നല്ല സമരിയാക്കാരൻ അഥവാ നല്ല അയൽക്കാരൻ.